ക്രിസ്മസ് കാലമായി കേക്കുകളുടെ ലോകത്തേക്ക് അടക്കുകയാണ്, നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക്. രാജ്യത്തിനകത്തും വിദേശത്തേക്കുമായി ക്രിസ്മസ് കേക്ക് സ്വന്തമായി ഉണ്ടാക്കി കയറ്റി അയക്കുകയാണ് ഇടുക്കി സ്വദേശിനിയായ ഒരു 70-കാരി. കുമളി ചോറ്റുപാറ സ്വദേശിയായ സുശീല സ്റ്റീഫനാണ് ആള്. ഇത്തവണ മാത്രം 1500-ലധികം കേക്കുകളാണ് സുശീല ഉണ്ടാക്കി അയച്ചത്. ക്രിസ്തുമസ് കാലം കേക്കുകളുടെയും കൂടി കാലമാണ്. വിവിധ രുചികളിൽ പരമ്പരാഗത ശൈലിയിലുള്ള കേക്കുകൾക്ക് വിപണിയിൽ ആവശ്യക്കാരെ അറിയും. അത്തരത്തിലുള്ള രഹസ്യ കൂട്ടുകളിലൂടെയാണ് 70-ാമത്തെ വയസ്സിലും സുശീല സ്റ്റീഫന്റെ കേക്ക് നിർമ്മാണം. പഴവർഗ്ഗങ്ങളാണ് പ്രധാന ചേരുവ. അതോടൊപ്പം രഹസ്യക്കൂട്ടുകൾ കൂടി ചേർത്ത് 1 വർഷത്തോളം ഭരണിയിലടച്ച് സൂക്ഷിക്കും. ശേഷമാണ് കേക്ക് നിർമ്മാണം. വർഷമായി ഇപ്പം ക്രിസ്മസ് കേക്കിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം 5 കേക്ക്, പിന്നെ 10, 50 അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം മോർ ദാൻ 1000 കേക്ക്സ് ആയി. അപ്പം ഇതെല്ലാം ഞാൻ സോഷ്യൽ മീഡിയ കൂടിയായിരുന്നു എൻ്റെ മാർക്കറ്റിംഗ്. അത് കൂടുതലും അമേരിക്ക, അങ്ങനെ പല വിദേശ രാജ്യങ്ങളിലാണ്. പിന്നെ നാഷണലി ഉണ്ട്, ഡൽഹി, പൂനെ, കൽക്കട്ട, ബോംബെ, അങ്ങനെ പല, ഹൈദരാബാദ്, പിന്നെ അമൃത്സർ, അങ്ങനെ പല പല സ്ഥലങ്ങളാണ്. കൊറിയറാണ് കൂടുതൽ വേണ്ടി കേക്ക്സ് പോകുന്നത്. ഞാൻ അയക്കുന്നത് കൊറിയർ വഴിയാണ്. 2013 മക്കളുടെയും കൊച്ചുമക്കളുടെയും പിറന്നാളിലും മറ്റാഘോഷങ്ങൾക്കുമായി തുടങ്ങിയതാണ് കേക്ക് നിർമ്മാണം. തുടർന്ന് പ്രൊഫഷണലായി കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു. രുചി കൂട്ടാൻ പരമ്പരാഗതമായ രീതിയിൽ വിറക് ഉപയോഗിച്ചുള്ള ബോർമയിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. സോഷ്യൽ മീഡിയയാണ് പ്രധാനപ്പെട്ട വരുമാന മാർഗം. ഈ വർഷം മാത്രം 1500-ലധികം കേക്കുകളാണ് സുശീല വിദേശത്തേക്ക് മാത്രം കയറ്റി അയച്ചത്. 1 വർഷം വരെ ഈ കേക്കുകൾ കേടുകൂടാതെ സൂക്ഷിക്കാനാകുമെന്നാണ് സുശീല പറയുന്നത്. വീട്ടമ്മമാരും കുട്ടികളും അടക്കമുള്ള ഒരു നല്ല ശിഷ്യഗണവും സുശീലയ്ക്കുണ്ട്. ജനം, ഇടുക്കി. 70-ന്റെ രുചിക്കൂട്ട് എന്ന് തന്നെ നമുക്ക് അമ്മയെ പറയാൻ കഴിയും. കൊറിയയിലേക്ക് വരെയാണ് കേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ഇതുവരെ 1500-ലധികം കേക്കുകൾ ഇത്തവണ കയറ്റി അയച്ചു. ഇനിയും എത്രത്തോളം കേക്കുകൾ ഉണ്ടാക്കാൻ ഇരിക്കുന്നു എന്നുള്ളത് പുതിയ തലമുറ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ഇത് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കേക്ക് എന്ന് പറയും. നമ്മളടക്കമുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് രജനി.